ഈ ഇരുന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഊഞ്ഞാൽ 5-6 വർഷമായി കേട്ടോ ഇവിടെ പൊടിയരിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. കൃഷ്ണയ്ക്ക് ഒരു 7-8 വയസ്സുള്ളപ്പോഴത്തേക്കാണ് ഈ ഊഞ്ഞാൽ ഇവിടെ എത്തിയിട്ടുള്ളത്. ഓണം ആകുമ്പോൾ വീട്ടുമുറ്റത്ത് ഒരു ഊഞ്ഞാൽ കെട്ടണമെന്നുള്ളൊരു പതിവ് പണ്ടേ ഉണ്ടല്ലോ. അപ്പോൾ ആ ഓണ സീസൺ ആയപ്പോൾ കൃഷ്ണയ്ക്ക് ആ സമയത്ത് ഊഞ്ഞാൽ കെട്ടണമെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സുനിയൻ്റെ ഫ്രണ്ട് ഇത് കണ്ട് ഞാനൊരു ഊഞ്ഞാൽ കൊണ്ട് തരാമെന്നും പറഞ്ഞ് കൊണ്ട് തന്നതായിരുന്നു. ഊഞ്ഞാലിടാൻ തക്കത്തിനുള്ള മരങ്ങളൊന്നും വീട്ടിൻ്റെ ചുറ്റുവട്ടത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ പൈപ്പ് കുഴിച്ചിടുവാണെന്നെങ്കിൽ നല്ല മെനക്കെട്ട പണിയായതുകൊണ്ട് ഇതങ്ങനെ തന്നെ നമ്മൾ അവിടെ വെച്ചിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ ഈ ഊഞ്ഞാലിൻ്റെ കാര്യം അങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഈ വെയിൽ സീസൺ ആകുമ്പോൾ ഞങ്ങൾ വന്ന് പാടിയിലാണേ കൂടുതൽ ഇരിക്കാറ്. മഴ സീസൺ ആകുമ്പോഴാണ് ഇവിടെ ഇരിക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ പേര ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നതായിട്ട് കണ്ണിൽപ്പെട്ടത്. അപ്പോഴാണ് ഇതിലൊരു ഊഞ്ഞാൽ കെട്ടിയാൽ കൊള്ളാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഊഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കാര്യം ബുദ്ധിയിൽ ഉദിച്ചതേ. അല്ലെങ്കിലും ചില കാര്യങ്ങൾ ബുദ്ധിയിൽ ഉദിക്കാൻ ഒരുപാട് താമസം വരുമല്ലോ. അങ്ങനെ എന്തായാലും ആ പേരയിൽ ഞങ്ങൾ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഞങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. അല്ലെങ്കിലും വേറൊരു സംഭവം ഇതിലുണ്ട് കേട്ടോ. ഞാൻ സുനിയണ്ണനും കൂടെ ഉടക്കുമ്പോൾ സുനിയണ്ണ എന്നോട് എന്തെങ്കിലും ജോലി പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും എനിക്കിപ്പോൾ സൗകര്യം ഇല്ല എന്ന് പറയുക. അപ്പോൾ സുനിയൻ്റെ ഒരു ഡയലോഗുണ്ട്, നിന്നെ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഊഞ്ഞാൽ കെട്ടി അതിലിരുത്തി ആട്ടാം എന്നുള്ളൊരു ഡയലോഗുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ആ ഡയലോഗ് പറയാതെ തന്നെ നീ പോയി അവിടെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്, നീ ഇനി അതിൽ ചെന്നിരുന്ന് ആടിക്കോ എന്ന് മാറ്റി പറയാമല്ലോ. അങ്ങനെ എല്ലാവരും മാറിയും തിരിഞ്ഞു ഇരുന്ന് ആടി രസിക്കുവാണ്. ഇത് ഒടിയോ മറ്റോ ചെയ്യുമോ എന്ന്. അപ്പം നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് തിരിഞ്ഞിരുന്നു ഇത് ആടാം കേട്ടോ. അപ്പോൾ ഇത് റോഡിലൂടെ വണ്ടിയും ആൾക്കാരും പോകുന്നതൊക്കെ നോക്കിയിരുന്ന് കഴിഞ്ഞാലാണ് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി ഇവിടെ കൂടുതൽ നേരം വന്നിരിക്കാൻ നല്ല രസം. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് നല്ല രീതിക്കൊന്ന് ആടട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്